അപ്പം ഇപ്പൊ ഈ ഒരു നസീറ ആ ഒരു നസീറ അല്ല കേട്ടോ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നസീറയും ആ നസീറ യാതൊരു ബന്ധമില്ല. ഈ നസീറാന്റെ കമന്റ് വന്നിട്ടുള്ള ഒരു പെണ്ണിന്റെ ഒരു പേരാണ് ഹിബ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്ക് എന്താ പറയണ്ടേന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റിട്ട് ജസ്റ്റ് ഫോണൊക്കെ എടുത്തൊന്ന് നോക്കുമല്ലോ. രാവിലെ ഇങ്ങനെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാ. അപ്പോൾ കാണുന്ന നസീറ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് നസീറ കാരണമാണോ, നസീറയുടെ ശബ്ദം കാരണമാണോ എന്റെ ലൈഫ് ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷനും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ, അതിൽ തമ്പനയിലിൽ എന്റെ ഫോട്ടോസും വെച്ചിരിക്കുന്നു. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റി. പെട്ടെന്ന് തന്നെ ഞാനത് ഓപ്പൺ ആക്കി നോക്കി, എന്താണ് സംഭവം എന്ന് അറിയണമല്ലോ. അപ്പൊ തന്നെ ഫാത്തി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. അതാണെങ്കിൽ പറയുന്നത്, നസീറായുമായിട്ട് ഞാൻ പണ്ട് മുതലേ പ്രണയത്തിലായിരുന്നു, ഞങ്ങൾ തമ്മിൽ കട്ട പ്രേമമായിരുന്നു. എന്റെ തമ്പുനയിലും വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോ തന്നെ സത്യം പറഞ്ഞ ഞാൻ എന്താ, ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ആർക്കായാലും പെട്ടെന്ന് ടെൻഷനായി പോകും. എന്താ സംഭവം? ഒരു പരിചയമില്ല, ഒരു ഫോൺ വിളി ഇല്ല, ഒരു ചാറ്റിംഗ് ഇല്ല, യാതൊരു പരിചയമില്ല. ഇവരെ ഞാൻ അറിയുന്നത് തന്നെ ഇവർ തമ്മിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ യൂട്യൂബിൽ കണ്ടാണ് ഞാൻ ഇവരെ തന്നെ അന്നാണ് ഇവരെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെയും കൂടെ ഒക്കെ കേട്ടപ്പോ, പക്ഷെ വീഡിയോസ് ഫുള്ള് കണ്ടു തീർന്നപ്പോ എനിക്ക് മനസ്സിലായി ഇതിപ്പോ എന്നെ എന്താ പറയുന്ന കാമുകി ഞാനല്ല എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. എങ്കിലും എന്റെ ആ ഫോട്ടോ വെച്ചത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അതെല്ലാവരും ചെയ്യും. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഈ ആളിനെ, എനിക്ക് പേരറിയില്ല കേട്ടോ. ഫാത്തി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിന്റെ ആ ഒരു നെയിം മാത്രമേ എനിക്ക് അറിയുള്ളൂ. ആ വൈഫിനെ ആയാലോ അത് ഹസ്ബൻഡിനെ ആയാലോ ഒരിക്കൽ പോലും ഞാനൊരു കുറ്റം പറഞ്ഞിട്ടോ എന്ന് ഞാനൊരു വീഡിയോസും ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇന്നല്ലെങ്കിൽ നാളെ രണ്ടാളും ഒന്നിക്കും. എന്തായാലും ആ വീഡിയോസ്, ആ ആള് പറഞ്ഞ പേരെനിക്ക് അറിയില്ല കേട്ടോ, ഫാത്തി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് വന്ന ആ ഒരു വീഡിയോസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. കാര്യങ്ങൾ ഇതാണ് സംഭവം. ഒന്നാമത്തത്, എന്റെ വീഡിയോസിന്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ഇട്ട ഒരു കുഞ്ഞിമൂന്റെ പേരാണ് ജംഷീറ നൗഷാദ്. ഈ നൗഷാദ് അവിടെ നിൽക്കട്ടെ, ജംഷീറാനോടൊരു കാര്യം പറയാനുള്ളത്. അപ്പൊ സാജിദ അവളുടെ വീട്ടിലെ പ്രശ്നം തീർത്തിട്ടാണോ നിങ്ങളെ പ്രശ്നത്തിൽ ഇടപെട്ടത്? സാജിദയെ പറയുന്നവരോട് ചോദിച്ച അതേ ചോദ്യം നിങ്ങളോട് കൂടി ചോദിക്കട്ടെ. ഭാര്യയുടെ കുറ്റം പറഞ്ഞപ്പോൾ അവളുടെ ഭാഗം പറയുന്നു. അതായത് ഈ സാജിനേറ്റ് നല്ല റിലേഷൻഷിപ്പിലോട് കൂടി പോയത് ഞാനല്ല. ഞാനത് വീഡിയോ സഹിതം സ്ക്രീൻ റെക്കോർഡ് സഹിതം താങ്കൾക്ക് കാണിച്ചു തന്നിട്ട്, ചോറ് തന്നെ അല്ലേ വീട്ടിൽ നിന്ന് രാവിലെ ഉച്ചക്കും വൈകുന്നേരം തിന്നുന്നത്, അല്ലെ ഒരു നേരം ചോറ് തിന്നുന്നില്ലേ? അതിനുള്ള വിവരം കാണിക്കുക കുഞ്ഞിമു. എന്താണ് പേര്? ജംഷീറ. അതും തന്നെ 2 വട്ടം ഇട്ടിട്ടുണ്ട്. ഞാൻ അതിന് കമന്റിന് റിപ്ലൈ തരാത്തതുകൊണ്ട് 2 വട്ടം ആ കമന്റ് തന്നെ നിങ്ങൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ എത്ര മറിച്ചുള്ള കമന്റ് ഇട്ടാലും, ഈ പാത്രം കഴുകി, മീൻ നന്നാക്കി, ഈ ചമ്മന്തി ഉണ്ടാക്കി, കഞ്ഞിയും ചോറും ഉണ്ടാക്കി, പെര അടിച്ചു വാരി നടന്നു കൊടുക്കണം, എനിക്ക് ഇതിനൊന്നും സമയമല്ല. നിങ്ങൾ എൻ്റെ പാസ്റ്റ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതിയാവും. എബോവ് എനിക്ക് തോന്നുന്ന ഒരു 4-5 മന്ത്സ് അല്ലെങ്കിൽ 2-3 മന്ത്സോളം മുന്നേ ഞാൻ ലാസ്റ്റ് വീഡിയോസ് പോസ്റ്റ് ചെയ്ത്, ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നിൽക്കലില്ല. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, എനിക്ക് എൻ്റെ പുതിയ ഗേൾഫ്രണ്ട് എൻ്റെ മോൾട്ടി വരിട്ടോ. എൻ്റെ മോൾട്ടി എനിക്കൊരു വീഡിയോസിൻ്റെ ലിങ്ക് അയച്ചു തന്നു. നസീറാന്ന് പറഞ്ഞിട്ടുള്ളൊരു പെണ്ണ് നിങ്ങൾക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. ആക്ച്വലി നസീറാൻ്റെ പ്രാക്കാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത്. നസീറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു ഗേൾഫ്രണ്ട് ആയിരുന്നു നസീറ. അപ്പം പേരുകൾ മാറരുത്. നസീറ ഒരു ഭാഗത്ത്, ഇപ്പോഴത്തെ ഗേൾഫ്രണ്ട് മോൾട്ടിയാണ് ഈ നസീറാൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ ഈ നസീറ എൻ്റെ വീഡിയോസ് 2 പ്രാവശ്യം അവൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നസീറിൻ്റെ അക്കൗണ്ടിൽ 2 റിയാക്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നസീർ അതിൻ്റെ ഇടയിൽ കുത്തന്നെ കളകളാന്ന് അറിയണത്. അപ്പം എവിടെ പറഞ്ഞു നിർത്തിയത്? അപ്പം നസീറ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നസീറാൻ്റെ പ്രാക്കാണ് എൻ്റെ ജീവിതം ഇങ്ങനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ നസീറാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നസീർ 8ാം ക്ലാസ്സിലായിരുന്നു. ഞാനും നസീറെ നന്നായിട്ട് പ്രേമിച്ചുകൊണ്ട് തിരക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നസീറയും ഒരുപാട് കൈവിട്ട കളികളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. നസീർ എനിക്ക് രാവിലെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് കൊണ്ടുവരും, അതുപോലെ തന്നെ എനിക്ക് മിഠായി കൊണ്ടുവരും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് ടൈമിൽ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഒരു പാത്രത്തിൽ കഴിച്ച ആളുകളാണ്.
അതുപോലെ തന്നെ ഞാൻ നസീറയും ഭയങ്കരമായിട്ട് കട്ട പ്രേമായിരുന്നു. ഈ നസീറ എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് അന്നൊരു ബോധം വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂട്ടുകാരൻ എന്താണ് മറ്റെന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ നസീറായിട്ട് ഭയങ്കര കട്ട പ്രണയത്തിലായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ +1 ഞാൻ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു. പിന്നീട് തുടർ പഠനത്തിനായിട്ട് ഞാൻ പുറത്തോട്ട് പോണ സമയത്ത് ഒക്കെ ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് മോൾട്ടി. അപ്പം ഈ നസീറും ഞാനും ഒരുപാട് നല്ലൊരു നിക്ക് ഞാനൊന്ന് പറഞ്ഞു പോട്ടെ. അതൊക്കെ ഞാൻ പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് എല്ലാം പറഞ്ഞുതരും. ഞാൻ പറഞ്ഞുതരും. നസീറ പണ്ട് ഇപ്പച്ചി ചെറിയ പ്രായത്തിലുള്ള സമയത്ത് പ്രേമിച്ചിരുന്ന പെണ്ണാണ്. ഓക്കെ, അത് ഇപ്പച്ചി ഒഴിവാക്കി. മോൾട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇപ്പച്ചിക്ക് അറിയുന്ന ഒരാൾ വേണ്ടേ? പ്രേമിക്കാനായിട്ടില്ല. 69ാമത്തെ വയസ്സിൽ മൂക്ക് പഞ്ഞി വെച്ചിട്ട് ഞാൻ എന്തിനാ പ്രേമിക്കണത്? നീ എന്താ ഉദ്ദേശം തന്നെ? ഓക്കെ, അപ്പം ഞാനും ഈ നസീറെ ഒരുപാട് നല്ല പ്രണയവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ലഞ്ച് ബ്രേക്കിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നസീർ എനിക്ക് വാരിത്തരും, ചോറ് വാരിത്തരും. അതുപോലെ തന്നെ നസീർ അന്നുണ്ടാക്കി കൊണ്ടുവന്ന മുട്ടയൊക്കെ പൊരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, അത് നസീറാന്റെ വീട്ടിലുള്ള മുട്ടയെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അതൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് എനിക്ക് വാരിത്തരും. അതുപോലെ തന്നെ നല്ല ഉണ്ട് ഇപ്പൊ. ഓക്കെ, അന്നത്തെ കാലത്ത് അങ്ങനെ ഞാൻ ഈ നസീർ എനിക്ക് ഇല്ലല്ല. ഓക്കെ, ഇല്ലല്ല, ഇനി ഞാനൊരു കാര്യം പറഞ്ഞു തരികയല്ലേ. അപ്പം സാജിന്റെ കാര്യം നമ്മൾ അവിടെ നിർത്തി വെച്ചു. സാജിന്റെ കാര്യങ്ങൾ അങ്ങനെ പോട്ടെ. അപ്പം ഈ ഞാൻ നസീറായിട്ട് നല്ലൊരു പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ എൻ്റെ ജീവിതം തകർത്തത് നസീറയാണ്. നസീറാന്റെ പ്രാക്കാണ് എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കി കളഞ്ഞത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, നസീറായിട്ട് ഞാനായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു സംഭവങ്ങൾ. അന്ന് നസീറാനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നസീറ 10ാം ക്ലാസ് പാസ്സായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങൾ പറയണം, എന്നെ ഇവിടുന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്ന് അത്ര വലിയൊരു കാര്യമാക്കിയില്ല. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ കെട്ടാൻ പ്രായമായിട്ടില്ല, നമുക്ക് പിന്നീട് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്. ഞാൻ പിന്നെ എൻ്റെ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മറ്റുള്ള രാജ്യത്തൊക്കെ പോയി ജോലി ചെയ്യുന്ന സമയത്ത് നസീറാന്റെ കല്യാണം കഴിഞ്ഞു. അത് എന്തൊക്കെ പറ്റിയാണ്ട് എന്ത് ചെയ്ത് ബ്രേക്കപ്പ് ആകുക എന്തോ ആയിട്ടുണ്ട് സംഭവം. അവള് ത്യാഗിയതാണ് എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ഗതി വന്നിട്ടുള്ളത്. അപ്പം ഇതാണിപ്പം ഈ എൻ്റെ ലൈഫ് ഇങ്ങനെ ആവാനുള്ള കാരണം. അപ്പം ഇപ്പൊ ഈ ഒരു നസീറ ഒരു നസീറല്ല കേട്ടോ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നസീറയും ആ നസീറ യാതൊരു ബന്ധമില്ല. ഈ നസീറാന്റെ കമന്റ് വന്നിട്ടുള്ള ഒരു പെണ്ണിന്റെ ഒരു പേരാണ് ഹിബാണ് പറഞ്ഞിട്ടുള്ളത്. ഹിബാണ് പറഞ്ഞിട്ടുള്ള പെണ്ണിന്റെ ഒരു കമന്റിൽ കണ്ടിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു കമന്റ്. ഞാനും സാജിയായിട്ട് എന്തോ ബന്ധമുണ്ട് എന്നുള്ളത്. ഞാനും സാജിയായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു മെന്റൽ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ സാജിദ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഞാൻ സാജിദാനെ വിളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഞാനും സാജിദായിട്ട് റിലേഷൻഷിപ്പ്, ഇങ്ങനെയൊന്നും ഇല്ല സംഭവങ്ങളും. ഇങ്ങനൊന്നും ആയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ എനിക്കിപ്പോ സാജിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സാജിനെ എനിക്കിപ്പം നല്ലത് പറയാനോ ചീത്ത പറയാനോ ഒന്നും ഞാൻ അർഹനല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാനൊരു 10 കിലോ അരി മേടിച്ചു കൊണ്ടേ കൊടുത്ത് സാജിദനോട് പറയാണ്, നീ വീട്ടിൽ അടങ്ങിയിരുന്നോ, ഞാൻ ഇന്നെ ഹെൽപ്പാക്കാന്ന് പറയാനുള്ളൊരു യോഗ്യത എനിക്കില്ല. എൻ്റെ അടുത്ത് മാത്രമുള്ള ബെനിഫിറ്റ്സോ ക്യാഷോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നല്ലതും പറയാൻ പോകുന്നില്ല, ചീത്തയും പറയാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളൂ, അത് നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. അതുപോലെ തന്നെ എന്നെയും കുറെ ആളുകൾ വന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിലിട്ടിട്ടുള്ള കമന്റുകൾ ഇതാണ്. പിന്നെ മെയിനായിട്ട് ഞാൻ പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയാക്ട് ചെയ്യുന്ന നസീർ അല്ല കേട്ടോ. ആ നസീറ ഈ സ്ക്രീനിൽ തമ്മിലിൽ കാണുന്ന നസീർ അല്ല, അല്ലെങ്കിൽ മറ്റേ ഇതിൽ കാണുന്ന നസീർ അല്ല. ആ നസീറ
നസീറ വേറെ ലൈഫ്. പിന്നെ വേറെ ഇപ്പം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കമന്റുകൾ ഇതിൽ വരുന്നുണ്ട്. സാജിന്റെ വലയിൽ പെടണ്ട, ഇല്ലെങ്കിൽ സാജി നിങ്ങളെ ട്രാപ്പിലാക്കുകയാണ്. സാജിനോട് ആദ്യം അവളെ ലൈഫ് നന്നാക്കാൻ വേണ്ടി പറ. സാജിദ ആരാണ് സാജിദ? എന്താണ് സാജിദ? എവിടെയാണ് സാജിദ? എങ്ങനെയാണ് സാജിദ? ഇതൊക്കെ ഇങ്ങൊക്കെ അറിയുള്ളൂ, എനിക്കിതിനെ പറ്റി അറിയില്ല. പിന്നെ ബൈ ദ വേ ആസ് വെൽ ആസ് ഇമ്പോസിബിൾ എല്ലാവരും നമ്മളെ ആളുകളാണ്. നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നസീറാനോട് പറയാനുള്ളത്, നസീറ നിങ്ങൾ അഥവാ എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ, ഞാൻ പെട്ടെന്ന് നസീറാണ് കണ്ടപ്പം എൻ്റെ ഫാസ്റ്റ് ഓഫ് ഫ്ലൈറ്റിലുള്ള നസീറാണ് ഞാൻ ഓർത്തുപോയി. കാണാൻ ഏതായാലും നിങ്ങൾ അതേ മറിക്കണ നല്ല ലുക്കാണ്. അന്ന് ആധാർ കാർഡിലുള്ള ഫോട്ടോ ആണ്. ഇന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ആ നസീറിനെ ഞാൻ വിചാരിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ വീഡിയോസ് കാണുന്നത്. അതും എൻ്റെ പുതിയ ഗേൾഫ്രണ്ട് എനിക്ക് അയച്ചു തന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. കണ്ടില്ലേ, ഇതൊക്കെയാണ് വീഡിയോസിലുള്ളത്. ശരിക്കും ഇവരെ രണ്ടാളെയും എനിക്ക് യാതൊരു പരിചയമില്ല. എനിക്ക് പേഴ്സണലി ഇവരെ ഹസ്ബൻഡിനെ ആയാലും വൈഫിനെ ആയാലും യാതൊരു പരിചയവും ഇല്ല. പക്ഷേ ഇവരുടെ ഒരു ഇഷ്യൂസുകൾ നമ്മൾ കാണുന്നുണ്ട്. യൂട്യൂബിൽ കൂടെ ആയാലും പിന്നെ ഇൻസ്റ്റയിലായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് ഞാൻ ഇവരുടെ ഇഷ്യൂസിന് ശേഷമാണ് അവരുടെ അക്കൗണ്ട് തന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ വരുന്ന വീഡിയോസൊക്കെ ജസ്റ്റ് കാണാനും തുടങ്ങിയത്. അതിനപ്പുറത്തോട്ട് യാതൊന്നും എനിക്കറിയില്ല. ഇവരെ പേഴ്സണലി യാതൊരു രീതിയിലും ഉള്ള ഒരു പരിചയം എനിക്കില്ല. ബട്ട് എന്താ പറയാ, ഇങ്ങനെയൊക്കെ ഓരോ ക്യാപ്ഷൻ കൊടുത്തു വെക്കുമ്പോൾ എതിർഭാഗത്തുള്ളവരുടെ ഒരു മാനസികാവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം.